friends. Hello friends. Welcome to my channel. Welcome to my channel. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയാം. നമുക്ക് ബഹലയ്ക്ക് പോയാലോ? എങ്ങനെ ബഹലയ്ക്ക് പോയാലോ? ബഹലയ്ക്ക് പോവാ. ഇന്നിപ്പം ഇവിടെ അവധിയാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് ബഹലയ്ക്ക് പോവാന്ന് വിചാരിച്ചു. പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങിച്ച് വരാം. ഇവിടെ ഇപ്പൊ ഇവിടെ കാറിന്റെ ഒക്കെ സ്പീഡ് 120 ആണ് കേട്ടോ. നമ്മുടെ നാട്ടില് ഒക്കെ അതിൽ കുറവായിരിക്കും. ഇവിടെ പിന്നെ 60, 80, 100 എന്നുള്ള റേറ്റിലാണ് പോകുന്നത്. ഇതാണ് നിസ്വ പള്ളി. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. നമ്മള് ഇതിപ്പോ ബഹല എത്താറായി. ബഹലയാണിത്. ഇത് നമ്മളിപ്പോ ബഹല ഫോർട്ടിന്റെ അടുത്ത് എത്താറായി. ഇതിപ്പോ നമുക്ക് പോകുമ്പോ ബഹല ഫോർട്ടൊക്കെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ കാണുന്നതാണ് ബഹല ഫോർട്ട്. അതായത് 12-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ബാനു നെബാൻ ഗോത്രവർഗക്കാരാണ് ഈ കോട്ട നിർമ്മിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമുക്കറിയില്ല, എങ്ങനെയാണ് പറയണത്. അവർ ഈ കുന്തിരിക്കത്തിന്റെ ഒക്കെ വ്യാപാരം നിയന്ത്രിക്കുന്നതിൽ പേര് കേട്ടവരാ. പിന്നെ കോട്ടയോട് ചേർന്നുള്ള ഒരു മരപ്പച്ചയും 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പുരാതന മതിലും, ഇതെല്ലാം മതിലാണ്. നമ്മൾ ഈ മതിൽക്കെട്ടിനകത്തൂടാണ് ഈ പോണത്. അതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ നിലനിൽപ്പുണ്ട്. പിന്നെ ആ കോട്ട ഈ കോട്ടയുടെ സൈഡ് ഭാഗമാണ് ഇതെല്ലാം. കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെളിയും വൈക്കോലും കൊണ്ടാണ്. ചെളിയും വൈക്കോലും ഇഷ്ടികയും കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആ ബഹല ഫോർട്ട്. ആ കോട്ട നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഇഷ്ടികയും ചെളിയും വൈക്കോലും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബഹല ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ പോയി ചുമ്മാ നമ്മൾ എല്ലാ പ്രാവശ്യവും പോണതാണ്. അപ്പം ചുമ്മാ അവിടെ ചെന്ന് നമ്മൾ സാധനം വാങ്ങിക്കാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് ഒരാളങ്ങ് ഉറക്കമായിപ്പോയി. വണ്ടിയെ കിടന്നങ്ങ് ഉറങ്ങി. നമ്മൾ പിന്നെ അവിടെ ചെന്ന് അവനെയും കുത്തിപ്പൊക്കി ആടിയാണ് പോണത്. ഉറക്കം തൂങ്ങി നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഉറക്കം തൂങ്ങിയാ പോകുന്നത്. അച്ഛനും മോനും കൂടെ ഫ്രണ്ടേ പോവാ. നമ്മളവിടെ ചെന്ന് ആദ്യം നമ്മൾ എപ്പോൾ ബഹല ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും നമ്മൾ അവിടുന്ന് ആദ്യം ഒരു ചായ കുടിക്കും കേട്ടോ. നമ്മൾ ആദ്യം അവരെ കയറി ഇവിടെ നല്ല ചൂട് ചായയും പിന്നെ ബോണ്ടയും പപ്സും ഒക്കെ കഴിച്ചു. എപ്പോൾ പോയാലും ഇവിടുന്ന് അത് കഴിക്കും. നല്ല ചൂട് ചായ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഈ കുറിക്കാനായിട്ട് എടുക്കുന്ന നമുക്ക് തന്നെ ചെന്നെടുക്കാം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ പോയി എടുക്കാം. ചേട്ടനത് എടുത്തോണ്ട് വരുന്നു. പിന്നെ അവിടുന്ന് നല്ല ചൂട് പപ്സും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സാധനം വാങ്ങിക്കാനായിട്ട് അകത്തോട്ട് പോയി. ഇതാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ നല്ല സാധനങ്ങൾക്കൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പം ഒന്ന് പോയതാണ്. പോയി അവിടെ ചെന്ന് ഓഫറൊക്കെ എല്ലാ സാധനത്തിനും ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട്. സാധനങ്ങൾക്ക് ഒത്തിരി ഓഫറുണ്ട്. പക്ഷെ നമ്മളതെല്ലാം നോക്കി. ചെരുപ്പ് ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി ചെരുപ്പൊക്കെ വാങ്ങിക്കുക. ചുമ്മാ എല്ലാം കറങ്ങി കണ്ടേച്ച് ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ച് അന്നേരമാണ് അവനാ കളിപ്പാട്ടം കണ്ടത്. അയ്യോ, വണ്ടി കണ്ടിട്ട് അവിടെ ബഹളമായിരുന്നു. അവനത് വണ്ടി വേണ്ട, അവിടെ ഒത്തിരി വണ്ടി ഇരിപ്പുണ്ട്. വാ ഇങ്ങോട്ട് വാ. അത് വേണ്ട, അവിടെ വെക്ക്. അത് വേണ്ട, അടിക്കുന്നില്ല. ഞങ്ങൾ പോവാ, ഞങ്ങൾ അടിക്കുന്നില്ല. അവിടെ കൊണ്ട് വെക്ക്. തിരിച്ചു വരുമ്പോ എടുക്കാം. അവിടെ കൊണ്ട് വെക്ക്.
ഈ വില കുറഞ്ഞ വാങ്ങിച്ചു. അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ എടുക്കാം. പിന്നെ ഞങ്ങള് സാധനമൊക്കെ വാങ്ങിച്ച് ബില്ലടിച്ചു. അപ്പൊ തന്നെ 9 മണിയായി. പിന്നെ ബില്ലടിച്ച് ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് ഞങ്ങൾ കാറിൽ കയറിപ്പോ. ഇത് അവിടുത്തെ കുട്ടികൾക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സൈഡിൽ കാണുന്ന പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഇതാണ്. ഒത്തിരി സാധനം നമുക്ക് ലുലുവിലുള്ള അത്രയൊന്നും സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ കാറിൽ കയറി പോകാൻ പോവാം. ഇപ്പൊ രാത്രി 9 മണി കഴിഞ്ഞു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.